ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്നത്തെ നമ്മളെ വെള്ളിയാഴ്ചൻ്റെ ഒരു വ്ളോഗ് പോലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പികളുണ്ട് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ഒരു ഡേ ആണ്. ഇന്നൊരു ചെറിയ ഔട്ടിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. സുബഹിക്ക് ശേഷമാണത്. എന്നെക്കാട്ടിലും മുന്നേ ഫസ്റ്റ് ഓടി ഇവിടെ സ്ഥലം പിടിക്കുന്ന ആൾ ഇവളാണ് കേട്ടോ. റമേ റമേ ഗുഡ് മോർണിംഗ്. റമേ മുത്താട്ടെ, നമ്മുടെ പൊന്നെവിടെ? പൊന്നെവിടെ? അയ്യവ, നമ്മുടെ പൊന്നിവിടെ ഉണ്ട്. ചക്കട് മുത്താണ്, നമ്മുടെ ചക്കട് മുത്താണ്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ മുത്താണ്. ട്ടാ, ഇന്നെന്താ മേലോട്ട് ചാടണമെന്നില്ലേ? ഇന്ന് ചാടില്ലേ? എന്താണ്? നമുക്കൊരു ചായ ഉണ്ടാക്കാം. റുമി, ചായ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള സാധനം ഞാൻ ആദ്യം തന്നെ അതാണ് ചെയ്ത് വെച്ചത്. കുറച്ചധികം ചെമ്മീൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 കിലോ ഉണ്ട് കേട്ടോ അത് ചെമ്മീനും. പിന്നെ ഇതാ ഒരു 1,200 വരുന്നൊരു ചിക്കൻ ഉണ്ട്. അത് വെള്ളത്തിലിട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അത് കാണാൻ വേണ്ടി സിങ്കിൻ്റെ മേലെ വന്നിരിക്കുന്ന ആളെ കണ്ടോ. ഇനിയിപ്പോൾ ഇതാ ആ ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഇതാ ഞാൻ മസാല തേച്ച് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ മേലെ ഉണ്ടല്ലോ ചിക്കൻ. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി കൂടി പോവണ്ട, അന്നേരം കളറ് മാറും. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ പൗഡർ. പിന്നെ അതാ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് വേറൊരു മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പം ഞാൻ ഓരോ സമയത്ത് പൊരിക്കുമ്പോൾ ഓരോരോ മസാലകളായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു രീതിയിൽ കറക്റ്റ് അതേ രീതിയിൽ തന്നെ പൊരിക്കലില്ല. എപ്പോഴും ഒരു ചേഞ്ചിന് ഒരു കഴിഞ്ഞ ആഴ്ച തിന്ന അതേ ടേസ്റ്റ് തോന്നണ്ടെന്നുള്ളതിൽ കുറച്ചൊരു വ്യത്യാസത്തിലാണ് ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യലും. ഇപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് കെച്ചപ്പ്, അതുപോലെ തന്നെ സോയാ സോസ്, ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി കേട്ടോ. കാരണം ഇതിലൊരു കുറച്ച് വെള്ളമയം കൂടുതലുണ്ടാവും. അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഒരുപാട് അങ്ങ് വേണ്ട കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് ആ ഒരു കോട്ടിങ് ഒന്ന് ലൂസായിട്ടുള്ള ഒരു കോട്ടിങ് ഒന്ന് അതിമ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മാറ്റി വെക്കുക, 2-3 മണിക്കൂർ മാറ്റി വെക്കുക. അതവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാൻ ഉച്ചൻ്റെ പണിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇതാ ആ കാണിച്ച ചെമ്മീനില്ല, ഇത് 2 കിലോ ചെമ്മീനാണ്. കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തലയൊക്കെ പോക്കിയിട്ടുണ്ട്, ഉള്ളിലുള്ള പാമ്പനൊക്കെ പോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇതാ ഞാൻ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിം ആക്കി വെക്കണേ ചെമ്പ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിം ആക്കി വെച്ചാൽ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോ, ലേശം മതിയെ, ഒരുപാടൊന്നും വേണ്ട. ഒരു 1 സ്പൂൺ ഉണ്ടാവും. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഗരം മസാല, സാധാ ഗരം മസാല ആണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ അതാ 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, നെയ്യോ എണ്ണയോ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് ഈ ഒരു ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ചെമ്മീൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ടങ്ങ് വേവിക്കാൻ പോകരുത് എന്നുള്ള. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വരും, അത്രേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഒരു 1-2 മിനിറ്റ് ആയി കേട്ടോ. ഒരു 2 മിനിറ്റ് മാക്സിമം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതാ അതിൽ ഇറങ്ങി വരുന്ന വെള്ളം കണ്ടോ, ആ ഒരു വെള്ളം നമ്മൾ മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നെയ്യോ എണ്ണയൊക്കെ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മളെ ചെമ്മീൻ നല്ലോണം വെന്തിട്ടും ഉണ്ട് കേട്ടോ. ഇതിന് ഇനി അങ്ങനെ ഒരുപാട് അങ്ങ് വേവൊന്നുമില്ല. അപ്പം ചെമ്മീൻ വേവുകയും ചെയ്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് വെള്ളവും ഇറങ്ങി വന്ന്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് അതിൽ കിടന്ന് വറ്റിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രൈ ആയിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ഒരു റബ്ബർ പോലെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റ് കറക്റ്റ് അങ്ങ് വരില്ല. ഫ്ലേവർ എല്ലാത്തിലേക്കും മസാലയിലേക്കും ചോറിലേക്കൊന്നും ആ ഒരു ഫ്ലേവർ എത്തൂല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു സ്റ്റോക്ക് ഞാനിവിടെ മാറ്റി വെച്ചാണ്. ഇതൊരു 1 കപ്പിൻ്റെ മേലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ആ എടുത്ത സ്റ്റോക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് നല്ല നെയ്യ്, പശു നെയ്യ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആ നെയ്യ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി കേട്ടോ. അതിൽ കിടന്ന് നമ്മൾ പൊരിക്കണമൊന്നുമില്ല. ജസ്റ്റ് ആ നെയ്യ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോട്ടെ. അതിൻ്റെ ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം.
പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ചിലർ എടുക്കുന്ന നെയ്യ് എപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. അറിയാണ്ട് എടുത്തു പോകുന്നതായിരിക്കും. നെയ്യ് വാങ്ങുമ്പോൾ ഞാൻ ബട്ടറിനെ കൊണ്ടൊക്കെ പറയുന്ന പോലെ ബിരിയാണിക്ക് എടുക്കുന്ന നെയ്യ് എപ്പോഴും പശു നെയ്യ് ആയിരിക്കണം കേട്ടോ, വെജിറ്റബിൾ ഗീ അല്ല. ഗീ എപ്പോഴും കുറച്ച് വില കുറവിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ വാരിയെടുക്കും. അപ്പോൾ ആ നെയ്യ് വെജിറ്റബിൾ ഗീ ആയിരിക്കും. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ ഡയറി പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് അതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പശു നെയ്യ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ ആ ഒരു ചെമ്മീൻ നെയ്യൊക്കെ മെൽറ്റ് ആയതിൻ്റെ ശേഷം ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെമ്മീനുണ്ട്, ഇതവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ചെമ്മീൻ ഇനി ഞാൻ പറഞ്ഞല്ലോ പൊരിച്ചതൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ആ സെയിം ചെമ്പിലേക്ക് തന്നെ ഞാനൊരു 5 മീഡിയം സൈസുള്ള ഉള്ളി, അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കിലോ ഉണ്ടല്ലോ നമ്മളെ ചെമ്മീൻ. ഇനിയിപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് എടുക്കട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അത് മെൽറ്റ് ആയിട്ടില്ല. ഇനി ഇതിൽ കിടന്നിട്ട് ഈ ഒരു ഉള്ളിനെ നല്ലൊരു സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെമ്മീൻ വേവിച്ച ചെമ്പായതുകൊണ്ട് അതിന് ഓൾറെഡി ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ അതിൽ ഉണ്ടാവുകയും ചെയ്യും. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വാടി ഇതിനെ കളർ മാറ്റാനോ അങ്ങനെ നിൽക്കണ്ട, ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 പച്ചമുളക് കേട്ടോ. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ഒക്കെ മതിയാവും. എന്നിട്ട് അതും കൂടെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചതുക്കിയെടുക്കുക എന്ന് പറയില്ല, അതാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വെന്ത് വരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടാവും. ഇനിയിപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊരു 4 വലിയ സൈസുള്ള തക്കാളി തന്നെ അരിഞ്ഞു വെച്ചതാണ്. 5 ഉള്ളി എടുത്തിട്ട് 4 തക്കാളിയാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ്. അത് വലുതായിട്ടുണ്ടാണ് ഞാൻ മുറിച്ചത്, ഒരുപാട് അങ്ങ് ചെറുതാക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് ആ ഒരു തക്കാളി ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് നേരം എടുക്കും ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് തൈരാണ് കേട്ടോ, ഒരു 1/4 കപ്പ് തൈര്. തൈര് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്നതാണ് പുളി കുറവുള്ള തൈര് കേട്ടോ. യോഗട്ടാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്തതാണത്. അപ്പോൾ അണ്ടിപ്പരിപ്പും തൈരും, പുളി കുറവുള്ള തൈരും, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് അതിലുള്ളതുകൊണ്ട് നമുക്കൊന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ചൊയ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മളിങ്ങനെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനാണ് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡറാണ്. ഇതിൻ്റെ ലിങ്ക് എപ്പോഴും കമൻറ്റിൽ ഞാൻ പറയുമ്പോൾ അതിൽ സെൻഡ് ചെയ്യണ കാണലുണ്ട്, ബിരിയാണി മസാല ലിങ്ക് പ്ലീസ് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഓൾറെഡി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന മസാല അല്ല കേട്ടോ. ഈ ഒരു ബിരിയാണി മസാല പൗഡർ എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗരം മസാല, മറ്റുള്ള ചിക്കൻ കറി ബീഫ് കറിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഗരം മസാല എന്ന് പറയുന്നത്, അതും ഞാൻ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. രണ്ടും വേറെ വേറെ തന്നെയാണ്. ഒരേ സാധനം ഒരു പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണലില്ല. അതല്ല കേട്ടോ അത്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് വരാൻ പാടില്ല. ഒരേ മസാല ഇട്ട് എല്ലാത്തിനും എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ ടേസ്റ്റ് അല്ലേ വരിക. അപ്പം അങ്ങനെ ചെയ്യരുത്. രണ്ടും രണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ബിരിയാണി മസാല ഇട്ടു, കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി, പുതിന കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് ഞാനിതാ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ മല്ലിച്ചപ്പും കുറച്ച് പുതിനയും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇലകൾ എപ്പോഴും ലാസ്റ്റേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതങ്ങനെ എണ്ണ കിടന്ന് വാടി വരേണ്ട സാധനമല്ല, ലാസ്റ്റേ ഇടാവൂ. നല്ലൊരു ഫ്ലേവർ വരിക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ആ ചെമ്മീനും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത്രയും മതിയേ. നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ ഈ മസാലയിലേക്ക് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാണ്ട് ചെമ്മീൻ്റെ വേവൊന്നുമില്ല. ഒരു 2 മിനിറ്റ് നേരം ഇത് മിക്സ് ആക്കിയതിന് ശേഷം 2 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു സ്ലോ കുക്കിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് മാക്സിമം ആണ്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിൽ നമുക്ക് എന്താ പറയുക, അണ്ടി, മുന്തിരി, ഉള്ളി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അത് വെളിച്ചെണ്ണ ഇട്ടാണ്. ഇനിയിപ്പോൾ ഒരു ഉള്ളി ഞാനിവിടെ വേറെ മാറ്റി വെച്ചതാണ് കേട്ടത്. ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. അതിട്ടിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിൽ ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് കളർ മാറരുത്. അപ്പം എന്താ പറയുക, ബ്ലാക്ക് ആയിട്ട് പോകും. നമുക്ക് ബിരിയാണി കാണാനും ഭംഗി ഉണ്ടാവില്ല. ആ ഒരു ഉള്ളി കരിഞ്ഞ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ നല്ലൊരു കളറിൽ ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതൊന്ന് കളർ മാറാൻ തുടങ്ങിയതിന് ഇത്രയും മതി കേട്ടോ. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് നമുക്ക് ദം ചെയ്യുമ്പം അതിലിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് മുന്തിരി കേട്ടോ, റൈസിൻസ് അത് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോൾ പോലെ ആ ഒരു മുന്തിരിയൊക്കെ ഒന്ന് പൊന്തി വരും. പൊള്ളി വരില്ല, പൊന്തി വരും. അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുകയും ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതും കോരിയെടുക്കാം. അതും ആ ഉള്ളിയിലേക്ക് തന്നെ ഇട്ട് വെച്ചാൽ മതി. നമുക്ക് ദമ്മിലേക്കുള്ളത്. ഇനിയിപ്പോൾ ആ സെയിം ഇത് തന്നെയാണ്. അതിലേക്ക് തന്നെ ഇപ്പോൾ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്കായി, പിന്നെ കുറച്ച് പട്ട, ഈ 3 സാധനങ്ങൾ കേട്ടോ. അതങ്ങനെ മുഴുവനത്തോടൊക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഒന്നും കൂടെ വരും കേട്ടോ. അപ്പോൾ അത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ഉള്ളിയൊന്നും ചേർക്കണ്ട, കാരണം ഉള്ളി പൊരിച്ച എണ്ണയാണത്. ഇനി അതിലേക്ക് ഇത് ജീരകശാല അരി, കായമ അരി എന്ന് പറയുന്ന അരിയാണ് കേട്ടോ. 1.5 കിലോ അരി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇത് കഴുകി ഊറ്റിയെടുത്തതാണ്. നമ്മൾ സോക്ക് ചെയ്തതൊന്നുമല്ല, കഴുകി ഊറ്റിയെടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വറുത്തെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ ഒരു നെയ്യൊക്കെ ഒന്ന് അല്ല അരിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് വരും. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് വേണ്ടി. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഉള്ളി തന്നെ പറഞ്ഞു പോണത്. അരിയൊക്കെ ഒന്ന് മുരിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രയാണോ അരി എടുത്ത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളം എടുത്താൽ മതി. എന്നിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ചൂടോട് കൂടിയിട്ട്. അല്ലെങ്കിൽ അരി കല്ലായി പോവും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കല്ലായിപ്പോൾ എന്ന് പറഞ്ഞാൽ കല്ലിപ്പ് വരും കേട്ടോ അരിക്ക്. അതാണ് പറഞ്ഞത് ചൂടുവെള്ളം ചേർക്കാവൂന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് അതിപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല, ലാസ്റ്റാണ് ഒഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുളക് പൊടി ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അരി അങ്ങ് ചോപ്പായി പോകും. അതിന് വേണ്ടിയിട്ട് ഞാനിത് ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയാൽ ഇതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഉപ്പുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. എന്നാലാണ് കറക്റ്റായിട്ട് ഉപ്പ് റെഡി ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു വലിയ സൈസുള്ള ഒരു ചെറുനാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറുനാരങ്ങയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയാൽ മൂടി വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക ചെറിയ തീയിൽ കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ആവട്ടെ. അവിടെ നേരം കൊണ്ട് ഞാനിപ്പുറത്ത് നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട്. ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉച്ചക്കാണ് പൊരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ നേരത്തെ തന്നെ ഞാനിത് മസാല തേച്ച് വെച്ചതാണ്. എത്രത്തോളം വെക്കുന്ന അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത്ത വെള്ളമൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് വറ്റിയിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് അങ്ങ് വറ്റിയിട്ടില്ല, എന്നാലും പകുതിയിലധികം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്കില്ല, അത് ഇങ്ങനെ ഒരു ഭാഗത്ത് ആക്കി മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. മുഴുവനായിട്ട് അങ്ങ് മിക്സ് ആക്കണില്ല, കാരണം മൊത്തത്തിൽ ആ ഒരു ചുവപ്പ് കളർ വേണ്ട. നമുക്ക് ബിരിയാണി കാണാനും ഭംഗി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി അവിടെ നിന്ന് വേവട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ആ ചിക്കൻ പകുതി ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവരുത്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടണം കേട്ടോ, വെന്താൽ മാത്രം മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചേരി തിന്നണ പോലെ ഉണ്ടാവും, ഒരു ചകിരി പോലെ ആയിപ്പോവും. അങ്ങനെ ആക്കണ്ട. ഒരു ഭാഗം വെന്തതിന് ശേഷം തിരിച്ചിട്ടെടുത്തിന് അപ്പുറത്തെ ഭാഗം ഒന്ന് വെന്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ഒരു ഭാഗം വേവാൻ എടുക്കുകയുള്ളൂ കേട്ടോ, ഒരു മീഡിയം തീയിലാക്കി വെച്ചാൽ. ഇപ്പോൾ ചിക്കനൊക്കെ 2 ഭാഗവും നന്നായിട്ട് വെന്തണേ. 2 ഭാഗവും ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയിട്ടുമില്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. ഇവിടെ ഇതാണ് ലിയാനക്കൊക്കെ ഇഷ്ടം കേട്ടോ. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോയാലും ഉള്ളവർ ഇതെന്തിനാ എത്ര വേവിച്ചെടുത്തതെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ കോരി മാറ്റിന്. ഇനിയിപ്പം ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഇവിടെ കറക്റ്റ് പാകത്തിലാണ് ഉള്ളത്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കണ്ടല്ലോ, നമ്മൾ ആ ഒരു വൈറ്റ് റൈസും ഉണ്ട്, അതുപോലെ തന്നെ ഈ മസാല വെച്ച റൈസ് വരുമ്പോൾ അതിൻ്റെ ഒരു കളറും വരും. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരിക. ഇതിൽ നമുക്ക് ഇനി എക്സ്ട്രാ കളറൊന്നും ചേർക്കേണ്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു ചിക്കൻ ചെമ്മീൻ്റെ സ്റ്റോക്ക് വെച്ചപ്പം അതിലൊരു മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഉള്ള ഒരു കളർ വന്നതുകൊണ്ട് ഓൾറെഡി ഇത് കളർ ആക്കിയ പോലെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി എക്സ്ട്രാ കളറൊന്നും വേണ്ടിയില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം, കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോക്കിൻ്റെ അരിയും നമുക്ക് എല്ലായിടത്തും എത്തണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ മസാല നേരത്തെ അവിടെ വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ഒരു പകുതിയിലധികം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ബീഫും ചിക്കനും മാത്രമാണ് ഇവിടെ ബിരിയാണി വെക്കൽ. ചെമ്മീൻ ബിരിയാണി തിന്നാനൊരു പൂതിയായപ്പോൾ വെച്ചതാണ്. നല്ല ടേസ്റ്റ് ആണല്ലോ. എത്ര ആൾക്കാർക്ക് ചെമ്മീൻ ബിരിയാണി കൂടുതൽ ഇഷ്ടമാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ.
ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ആച്ചിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഒന്നുകിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടൺ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് പകുതിയിലധികം ഇട്ടതിന് ശേഷം ആ ഒരു സെയിം ബിരിയാണി മസാല കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടി, മുന്തിരി ഇത്രയും സാധനങ്ങൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും ഞാൻ നേരത്തെ അരിഞ്ഞതിന് കുറച്ച് മാറ്റി വെച്ചിരുന്നു റൈസിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു പുതിനയും മല്ലിച്ചപ്പും രണ്ടും ഞാൻ ഒന്നിച്ചാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഞാനതിൽ കളർ ചേർക്കണില്ല. ഞാൻ പറഞ്ഞതിൽ ഓൾറെഡി കളറുണ്ട്, അപ്പോൾ കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു റോസ് വാട്ടർ മാത്രം കുറച്ച് ഡ്രോപ്സേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിവിടെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ അത് ബാക്കിയുള്ള റൈസ് ഇതേപോലെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ കംപ്ലീറ്റ് ഒന്നും കൂടെ ഒന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചത്. 2 കിലോൻ്റെ ചെമ്മീൻ്റെ അളവാണ് കാണിച്ചത്. 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സാധനവും മാറ്റി പിന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ സിമ്മിൽ ഒരു 10 മിനിറ്റ് നേരം മാക്സിമം ചെറിയ തീയാക്കിയിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ. അതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. നമ്മൾ ഓഫാക്കിയ ഉടനെ ചെമ്പ് തുറക്കരുത്. അപ്പോൾ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ഇനിയിപ്പോൾ നമ്മൾ മസാല വേറെ, റൈസ് വേറെ ഒക്കെ ആക്കി മാറ്റണം. ആ മുകളിലുള്ള റൈസ് മാത്രം മാറ്റിയെടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടിയിൽ വരുന്ന മസാലയോട് കൂടിയുള്ള ഒരു റൈസ് ഉണ്ടാവും, അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അതും മാക്സിമം എടുക്കുക. കുറച്ച് അതിൽ തന്നോട്ടെ, ബാക്കി എടുക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം എടുക്കുക. എന്നിട്ട് ആ റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഏറ്റവും മേലാണ് ആ ഒരു മസാലയിലുള്ള ചോറ് വന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടിപ്പോകാൻ പാടില്ല. പൊട്ടൂല, നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച റൈസ് ആയതുകൊണ്ട് പൊട്ടൊന്നുമില്ല. അപ്പോൾ അത് അടിപൊളി നമ്മളെ ചെമ്മീൻ ബിരിയാണീൻ്റെ റൈസ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതാ മസാല കുറച്ച് ചോറോട് കൂടിയിട്ടുള്ള ഒരു മസാല ആണ്. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിറച്ചും ചെമ്മീനാണ് കേട്ടോ. ഇതിൽ ഞാൻ നല്ലോണം മീൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറയാൻ നിൽക്കേണ്ട ഒരുപാട് ചെമ്മീൻ ഉണ്ടല്ലോ എന്നുള്ള. ഇവിടെ വേണം അത്യാവശ്യം ചെമ്മീൻ, അതുകൊണ്ടാണ് കുറേ നല്ലോണം ചെമ്മീൻ തന്നെയാണ്. മസാല കുറവും നല്ലോണം മീനാണ്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇതാ ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ചെമ്മീൻ ബിരിയാണി കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. ഇതിലും ടേസ്റ്റ് എന്ന് പറയാനില്ല കേട്ടോ, അത്രയും അടിപൊളിയാണ്. നമ്മൾ വടകര സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളിൽ കൊണ്ടുപോയി വെച്ചാണ് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് കുറച്ച് കുക്കുമ്പറും തക്കാളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറും തൈരും പിന്നെയാണ് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ചോറിന് ശേഷം ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ചധികം സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറിൻ്റെ സീസണാണ് ഇവിടെ, തണുപ്പാണ് അപ്പോൾ നല്ല. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ചെറിയ പൈസക്ക് സ്ട്രോബെറി കിട്ടും. അപ്പോൾ 10 റിയാലിന് 4 വെട്ടി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി ഞാനിത് ഒരു ചെമ്പിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ സിറപ്പാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു അരക്കപ്പ് തന്നെ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറിക്ക് ചെറുതായിട്ടൊരു പുളി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പുളി അങ്ങ് കുറയാന്ന് പറഞ്ഞാൽ നന്നായിട്ട് പോകും. എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോബെറി നമ്മൾ ഇതില്ല എന്താ പറയുക, എന്തിനാണ് പറയുന്നത് കുറച്ച് തന്നെ, നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സ്ക്വാഷ് അല്ല, അതിൻ്റെ എന്താ പറയുക ചെറുതായിട്ടൊരു പീസോട് കൂടിയുള്ള ഇത് എന്തിനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കേക്കിൻ്റെ കൂടെ കഴിക്കാം. പാൻ കേക്കിൻ്റെ കൂടെ, ഇവിടെ നമുക്ക് സ്ഥിരം വേണ്ടത് പാൻ കേക്കിൻ്റെ കൂടെയാണ്. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. ഫ്രഷ് അങ്ങനെ തന്നെ ഇട്ട് മുറിച്ചിട്ട് അടിക്കുന്ന സമയത്ത് ഒരു പുളിപ്പ് വരും. അപ്പോൾ ആ പുളി ഉണ്ടാവില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ഞാനിത് മൂടി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മാസം വരെ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനിപ്പോൾ പൊടി കുഴയ്ക്കുന്നത് ഡോണറ്റിന് വേണ്ടിയിട്ടാണ്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ പുറത്ത് പോവുകയാണ്. അസ്ലങ്കാൻ്റെ പെങ്ങളെ മോന് കഴിഞ്ഞ വീക്കിൽ ഞാൻ കാണിച്ചിരുന്നു. അവർക്ക് ഉണ്ടാക്കിയ നെയ്ച്ചോറും അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. നെയ്ച്ചോറും ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് നവാസിൻ്റെ ഫാമിലി വന്നത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണുള്ളത്, പെങ്ങളെ മോനാണ്. അപ്പോൾ ഓരും ഞങ്ങളും കൂടെ ബുഹൂർ ബീച്ചിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചായക്കുള്ള കടിയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഡോണറ്റ്സിനുള്ള മാവാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കാണ്ടുന്നത്. ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകമായിരിക്കണം, എന്നാലേ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും വേണം. എന്നാലാണ് ഡോണറ്റ്സ് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്ല് പോലെയാണ് ഉണ്ടാവുക. ഇതിന് ഞാൻ 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ എൻ്റെ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം അതിനപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി നല്ല ഇതായിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഡോണറ്റ്സ് ആക്കിയിട്ട് ഒന്ന് ഇതാക്കി വെക്കണം. ഇനി നമ്മളങ്ങനെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടിയൊന്നുമില്ല. ഇത്രയും നന്നായിട്ട് പൊന്തി വന്ന മാവല്ല.
അപ്പോൾ തൊടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം, ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിലാണ് ഉണ്ടാവുക. എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പൊടിയൊന്നും ഇട്ടിട്ട് ഇതിനെ ഇതാക്കാൻ പോകരുത്. നല്ല ഇതിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടി വേണമെങ്കിൽ കയ്യിലൊന്ന് ഇങ്ങനെ തൊട്ടാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ആ മാവ് ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ഡോണട്ട്സ് ആണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിലേക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം മാവ് ഇതാ മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇത് നമുക്ക് കൈകൊണ്ട് നമുക്കിത് കുഴക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, കേക്കിൻ്റെ ഇതാണിത്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അത്രേ ഉള്ളൂ. അതിൻ്റെ എയർ ഒന്ന് പോയി കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ചെറുതല്ല, ഞാൻ അത്യാവശ്യം വലിയ ഡോണട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ചെറിയ പീസായിട്ട് ഉണ്ടാക്കുന്നില്ല. ഒരു ചപ്പാത്തിനെക്കാട്ടും വലുതായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മുറിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഇത്ര മാവിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലുപ്പത്തിലെടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടി നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ്, എൻ്റെ അടുത്ത് ഡോണട്ട് കട്ടർ ഇല്ല, ഞാനിവിടെ കട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഡോണട്ട് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ നടുവിൽ സെൻറ്ററിൽ മുറിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ സ്പൈസസിൻ്റെ ഇതാണിത്, അത് വെച്ചിട്ട് ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, മറ്റേത് ഈ ഒരു മാവിലേക്ക് തന്നെ കൂട്ടിയാൽ മതി. എന്നിട്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി നമ്മളെ പാച്ച്മെൻറ്റ് പേപ്പർ നമുക്ക് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടാനൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാച്ച്മെൻറ്റ് പേപ്പറിനെ പറ്റിയിട്ട് ഞാൻ ആ ഒരു നമ്മളെ ഷവർമ്മ ഇല്ലേ, ഡോണർ കബാബ്, അതിൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പറാണത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചത് എടുത്താൽ മതി, അപ്പോഴത്തേക്ക് അതൊന്ന് പൊന്തി വന്നിട്ടുണ്ടാവും. ആദ്യം ഉണ്ടാക്കി വെച്ച ഡോണട്ട്സ് ആദ്യം പൊരിച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റ് എടുത്തത് ലാസ്റ്റ് തന്നെ പൊരിച്ചാൽ മതി. ഇതങ്ങനെ വെക്കൊന്നും വേണ്ടിയില്ല, അപ്പോൾ തന്നെ നമുക്ക് പൊരിക്കാം. ഇനിയിപ്പോൾ ഇതാ എണ്ണൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ നേരെ ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നല്ല സിമ്മിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പേപ്പർ നമുക്ക് അതേപോലെ തന്നെ പേപ്പറോട് കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഡോണട്ട്സ് പൊരിക്കുമ്പോൾ ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് പൊരിക്കരുത് കേട്ടോ. ചെറിയ തീയിൽ നമ്മൾ ഡോണട്ട്സ് പൊരിക്കുള്ളൂ, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ലൊരു കളറിലും കിട്ടുക. അപ്പോൾ അത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ആ പേപ്പർ അങ്ങ് ഇളകും. ഇളകി കഴിഞ്ഞാൽ നമുക്കതങ്ങ് എടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ കൈ വെച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു കൈ വെക്കുന്ന ഭാഗത്ത് ഡോണട്ട്സിൻ്റെ ഷേപ്പ് അങ്ങ് മാറും, ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് മാറും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഡോണട്ട്സ് സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് പൊരിക്കുക, ഈ ഒരു രീതിയിലാണ് ഡോണട്ട്സ് പൊരിക്കുക. അപ്പോൾ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ബബിൾസൊക്കെ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് അപ്പോഴത്തേക്ക് അടിഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറിയാൽ നമുക്ക് എണ്ണ ഒന്ന് കോരിയെടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് റെഡിയായി വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒന്ന് കോരിയെടുക്കാം. നല്ല അടിപൊളി ഡോണട്ട്സ് ആണ്. ഇതിൽ നമ്മളെ മാവിൽ അങ്ങനെ അധികം മധുരം ഇടൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ മധുരമോ നമ്മൾ വരുന്നതുകൊണ്ട് മാവിലങ്ങനെ മധുരം ചേർക്കൂല. ഇപ്പോൾ ഡോണട്ട്സ് ഒക്കെ ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ ഞാനിതോടെ ചോക്ലേറ്റ് എല്ലാം മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഇത്, ലിയാന ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് അത് വീഡിയോ എടുത്ത് വെക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ അതാ ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ആണ്, അത് വെച്ചിട്ട് ഇതാ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ചായ, ഫ്ലാസ്കിലേക്കുള്ള ചായയാണ് ഇത്, നമ്മൾ പാൽ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ബുഹൂർ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈ ബീച്ച് ഞാൻ ഒരു 2 വർഷം മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പെരുന്നാളിന് പോയ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഞാനും ബസിലിയാനൊക്കെ പോയ ഒരു വീഡിയോ എൻ്റെ ഇതിലുണ്ട് കേട്ടോ. അന്ന് പോയ ആ ബീച്ച് തന്നെയാണിത്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ആകെ ജിദ്ദയിൽ അങ്ങനെ ഒരുപാട് തണുപ്പ് നിൽക്കില്ല, റിയാദൊന്നും പോലെ അങ്ങനെ നിൽക്കുന്ന സ്ഥലമല്ല, 1-2 ദിവസമേ നല്ല തണുപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കിട്ടുന്ന സമയം ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടേക്ക് എത്തിയതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അസ്മിച്ചാൻ്റെ മോന് നവാസും ഫായും മോളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 2 ഫാമിലി ആയിട്ട് പോയതാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയത്ത് പോയാൽ ഒന്നും കൂടെ രസമാണ്. പിന്നെ കുളിക്കാനൊക്കെ പറ്റുന്ന ഇതാണ് കേട്ടോ. ഒരുവിധം എല്ലാ കുട്ടികളും വെള്ളത്തിൽ ഇറങ്ങും. ചെറിയ മക്കളുള്ളവർക്കൊക്കെ നല്ലതാണ്. നമ്മളെ ഋതുവും വെള്ളത്തിലൊന്നും ഇറങ്ങിയിന് കേട്ടോ, നവാസിൻ്റെ മോള്. നല്ല രസമാണ്. നമ്മൾ ഉച്ചക്കൊരു 3:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ എത്തിയെന്ന് തോന്നുന്നു. 3:30-4 മണിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ രാത്രി നമ്മൾ ലേറ്റ് ആയിട്ട് അവിടെ നിന്ന് മടങ്ങിയതും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ കാണാത്തൊരു തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു തണുപ്പായതുകൊണ്ട് അത്ര ആൾക്കാർ ഉണ്ട് ഇവിടെ, ജനം. അന്ന് നമ്മൾ പെരുന്നാളിന് വന്ന സമയത്തൊന്നും ഇത്ര തിരക്കില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു നന്നായിട്ട് ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു, മോണപ്പൊളിയും. അതുപോലെ തന്നെ ഇത് ശ്രീലങ്ക ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സിനിമ പേര് പറഞ്ഞാൽ കളിക്കുന്നൊരു കളിയില്ല, അതാണ് കേട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീക്കെൻഡിൻ്റെ നമ്മളെ പരിപാടിയൊക്കെയാണ് ഇന്ന് കാണിച്ചത്. ഫുഡും
അതുപോലെ തന്നെ ഔട്ടിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല വെറൈറ്റി റെസിപ്പി ഒക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.